അപ്പോൾ എൻ്റെ ട്രെയിനിങ് നടന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ചെന്നൈയിലായിരുന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ എസ് എസ് ബി കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽസ് ഉണ്ടാവും. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അക്കാഡമിക്ക് പോവുക. ആ 2 മാസം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നമ്മൾ ആർമിയിലേക്ക് പോവുകയാണ്, നമ്മൾ പലതും ചെയ്യണം, തോക്കും കൊണ്ട് പോകണം, അങ്ങനെയൊക്കെ ഒരു ചിന്തകളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ ആർമി മൂവീസൊക്കെ കാണും. ലക്ഷ്യ ആ സമയത്ത് ഇറങ്ങിയ സിനിമയായിരുന്നു, ലക്ഷ്യ കണ്ടു, അങ്ങനെ 2-3 സിനിമയൊക്കെ കണ്ടു. അപ്പോൾ ഭയങ്കര ജോഷൊക്കെ ഭയങ്കര ഹൈയാ. പക്ഷേ ഈ സിനിമയിൽ നടക്കുന്നതൊന്നുമല്ല ശരിക്കും ട്രെയിനിൽ നടക്കാം കേട്ടോ. സിനിമയിൽ കാണുന്നത് ഭയങ്കര റോസി അല്ല, നല്ല അടിപൊളി സംഭവം. വരുന്നു, ഹീറോ വരുന്നു, ട്രെയിൻ ചെയ്യുന്നു. അതെ, എന്നാലേ ആൾക്കാർ വരുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നല്ല ഡിഫിക്കൽട്ടാണ്, നല്ല ഹാർഡ് പ്രോസസ്സാണ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള ആ ഒരു മെന്റൽ ടഫ്നെസ് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ ചെന്നു. ഫസ്റ്റ് ദിവസം എന്നെ വെൽക്കം ചെയ്തു, നേരെ കൊണ്ടുപോകാൻ ബാർബർ ഷോപ്പിലേക്കാണ്. മുടി ആർമി സ്റ്റൈലിൽ കട്ട് ചെയ്യും. ഈ ആർമിയിലെ ടീംസ് നമ്മൾ കമ്പനി എന്നാണ് പറയുക. ഓരോ കമ്പനിയിൽ പിന്നെ പ്ലാറ്റൂൺസും ഉണ്ടാവും. അപ്പോൾ ഓരോ കമ്പനി നമുക്ക് അലോട്ടഡ് ആവും. അവിടെ സീനിയേഴ്സ് ഓൾറെഡി ഉണ്ടാവും. സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അവർ നേരെ നമ്മൾ അവരെ കൈക്കാണ് കിട്ടുന്നത്. അപ്പോൾ അവരുടെ വക പണിഷ്മെൻറ്റും പരിപാടികളും ഫിസിക്കൽ ടഫ്നെസ്സും ഒക്കെ തുടങ്ങും. പുഷപ്പ്, പുള്ളപ്പ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുവരെ നമ്മളത് യൂസ്ഡ് അല്ല. ഓക്കെ, നമ്മളിപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടാവും, നന്നായിട്ട് ചെയ്യും. പക്ഷെ അതൊരു വേറൊരു ലെവലിലേക്കാണ്. കാരണം നമുക്ക് റെസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. നമുക്ക് എല്ലാത്തിനും റുട്ടീൻ ഉണ്ടാവും. രാവിലെ 5 മണി എണീറ്റ് മുതൽ വൈകുന്നേരം ഒരു 10 മണി കിടക്കുന്നവരെ, 10 മണി കിടക്കലേ ഉള്ളൂ കേട്ടോ, പിന്നെ പൊക്കും. നമ്മൾ പാക്ഡാണ്. നമുക്ക് ചിന്തിക്കാനൊന്നും ടൈമില്ല, ഒന്നും ചിന്തിക്കാൻ ടൈമില്ല. രാവിലെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ PT പോകണം. PT ഒരു 2 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തായിരിക്കും PT ഉണ്ടാവുക. സൈക്കിളിൽ പോകണം. 4 പേര് ഒരു സ്ക്വാഡായിട്ടാണ് സൈക്കിളിൽ പോവുക. PT 45 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓടണം. തിരിച്ച് വന്ന് ഡ്രസ്സ് മാറ്റി ഡ്രില്ലിന് പോകണം. 5 മിനിറ്റ് സമയമുള്ളൂ. ഈ 2 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം, പിന്നെ 2 കിലോമീറ്റർ അങ്ങോട്ടും പോകണം. ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പണിഷ്മെൻറ്റാണ്. ലേറ്റ് ആവും, കാരണം അതങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ജസ്റ്റ് ടൈമിൽ എത്തുള്ളൂ. ഈ ടൈമിൽ എത്തിയാൽ തന്നെ നമ്മുടെ ഡ്രിൽ ഉസ്താദ് ഉണ്ടാവും. പുള്ളി അവിടെ ഇരിക്കുകയാണ്. ഇവരെ പൊക്കി, ലേറ്റ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പണിഷ്മെൻ്റാണ്. ആ പണിഷ്മെന്റിനൊക്കെ ഒരു അർത്ഥമുണ്ട്. കാരണം അതെ, അത് നമ്മളെ മെന്റലി ടഫ് ആക്കാണ്. നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ നമ്മൾ ഓക്കെ, ഇത്രയും ആയില്ലേ, ഇനിയിപ്പോൾ എന്താ, അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ വരും. അത് ശരിക്കും പറയാം, ദ ട്രെയിനിങ് ടേൺസ് ബോയ്സ് ഇൻ ടു മെൻ ആൻഡ് ഗേൾസ് ഇൻ ടു ലേഡീസ് എന്നാണ് പറയാം. കാരണം നമ്മൾ അങ്ങനെ ആയി മാറും. പിന്നെ ചെന്നൈ പോലൊരു സ്ഥലത്ത് 40-45 ഡിഗ്രി ചൂടുള്ള സ്ഥലത്ത് നമ്മൾ റോഡിൽ നമ്മളോട് പുഷപ്പ് എടുക്കാൻ പറയും. ഉച്ചയ്ക്ക് നല്ല പൊള്ളുന്ന ചൂടായിരിക്കും. നമ്മുടെ കൈയൊക്കെ ഫുള്ള്, ഇവിടെയൊക്കെ പൊള്ളി ബോയിൽസ് ഒക്കെ വരും. പക്ഷെ നമുക്കത് പ്രശ്നമായി തോന്നും. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമാവും. പിന്നെ നമ്മളത് എപ്പോൾ വേണമെങ്കിൽ എടുക്കാമെന്നില്ല. കാരണം നമ്മുടെ കൂടെ ഒരു 10-20 പേര് ചെയ്യുന്നുണ്ടാവും നമ്മുടെ കൂടെ, ഒറ്റയ്ക്കല്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യും. പിന്നെ ഒരു കൊല്ലത്തോളം നമ്മൾ ചെയ്യുകയാണ് ഈ ട്രെയിനിങ്. സെയിം റുട്ടീനാണ് നമ്മളെ. വിജയ് എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോം ചെയ്തത്? എങ്ങനെയാണ് ഒരു കൊല്ലത്തെ പരിശീലനത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വിജയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളായിരുന്നു? അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ട്രെയിനിങ് കഴിഞ്ഞു, ഒരു കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞു. എനിക്ക് സ്റ്റാർസ് എല്ലാം കിട്ടി. ഞാൻ പാസ് ഔട്ടായി, ഇറങ്ങി. ചെന്നൈയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിന് പുറത്ത് വണ്ടി നിർത്തി, ചൂടത്ത് നിർത്തി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരിക. തിരിച്ചു വന്ന് ഡോറ് തുറന്നു. ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കയറുന്നില്ല. അപ്പം അവർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ, എടാ ചൂടല്ലേ, എങ്ങനെ കയറാനാന്ന്. അപ്പോൾ കാരണം ഗ്ലാസ് എല്ലാം കയറ്റി വണ്ടി നിർത്തിയതല്ലേ, എനിക്ക് ആ ചൂട് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവർ നിൽക്കാം. പിന്നെ ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, നല്ല ചൂടുണ്ട്, പരുവപ്പെട്ട് കഴിഞ്ഞു. പിന്നെ അതും കൊണ്ടാണ് നമ്മൾ പിന്നെ യൂണിറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആള് മാറി. അപ്പം അതുവരെ നമുക്ക് പല ഈഗോ ഉണ്ടാവും. ഞാനെന്താ ഭാവം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ഭയങ്കര ഈഗോ ആയിരിക്കും. നമ്മൾ പറയുന്നതാണ് കറക്റ്റ് എന്നുള്ള അങ്ങനത്തെ കുറേ ചിന്തകൾ നമുക്കുണ്ടാവും. ഈ ട്രെയിനിങ് കഴിയുമ്പോൾ അതൊക്കെ പൊട്ടും. ഓരോ സാധനങ്ങളും ബ്രേക്ക് ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഞാൻ ട്രെയിനിങ്, നമ്മൾ ശരിക്കും ഒരു ജയിലിലോട്ട് കയറുന്ന മാതിരിയാണ്. നമുക്ക് ഫോൺ ഉണ്ടാവില്ല, ഫ്രീഡം ഉണ്ടാവില്ല. നമ്മൾ വേറൊരാൾ പറയുന്ന ഓർഡേഴ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്പെഷ്യലി ഞാനൊക്കെ UK നിന്ന് വന്ന ഒരാൾ, ഫുൾ ഫ്രീഡ് ആയിട്ട് നടക്കുന്ന ഒരാൾ, നേരെ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല, ആകെ കൂടെ കഷ്ടമാണല്ലോ എന്നുള്ളത്. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വീട്ടിലേക്ക് വിളിക്കുക. അതുവരെ നമ്മൾ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ല. ഞാൻ എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ 12ാം ക്ലാസ് കഴിഞ്ഞ മുതൽ ഞാൻ വീട്ടിൽ നിന്ന് വിട്ടാണ് നിൽക്കണേ. ഒരു ഓൾമോസ്റ്റ് ഒരു 7-8 കൊല്ലം വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ആളാണ്. എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ലായിരുന്നു അത്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് അമ്മയെ ഫസ്റ്റ് വിളിക്കുമ്പോൾ, ബൂത്ത് പോയിട്ട് ഫോൺ വിളിക്കുക കേട്ടോ, ലൈനിൽ നിൽക്കുക. നമ്മുടെ ടേൺ വരുമ്പോൾ ഫോൺ എടുത്തിട്ട് എനിക്ക് അമ്മയോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ കരയാ നിന്നിട്ട്. വല്ലാത്തൊരു ഫീൽ. അന്നൊക്കെ എനിക്ക് മനസ്സിലായി, ഇത് ഞാൻ ആള് മാറിപ്പോയിട്ടുണ്ട്. നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് വരും.